ഇപ്പൊ ഇതൊക്കെയല്ലേ ട്രെൻഡ്. ഏരിയ മാറി ഫീൽഡ് മാറി ഇവിടെ വന്ന് പോയിന്റ് അടിച്ചാലല്ലേ ചങ്ങാതി ഭയമുണ്ടാവുക. ഭയമോ? അങ്ങനെ ഒരു തരത്തിലുള്ള എക്സ്പീരിയൻസും എനിക്കില്ല. വുഡ് പീസ് എങ്ങനെ ഡിസൈൻ ചെയ്ത് കട്ട് ചെയ്യുന്നുവോ മനുഷ്യരെയും അതേപോലെ ഡിസൈൻ ചെയ്ത് നല്ല പോലെ കട്ട് ചെയ്ത് കളയും ഞാൻ. അത് നിനക്ക് കാണണമെന്നുണ്ടോ? ഞാനും അങ്ങനെ തന്നെയാ. ഡിസൈൻ എന്ന് വെച്ചാൽ ക്ലാസ്സിൽ ചെയ്യുന്ന അസൈൻമെന്റ് പോലെയാണ്. നീറ്റായി സ്കെച്ച് ചെയ്ത് ലൈനിട്ട് പക്ക ഫിനിഷിംഗ് കൊടുത്തിരിക്കും. നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ട് കാര്യങ്ങൾ വഷളാക്കാൻ നോക്കരുത്. ഇങ്ങോട്ട് നോക്കിക്കടാ. എന്റെ സ്ട്രെങ്തിനെ പറ്റി നിനക്കൊന്നും അറിയില്ല. സ്ട്രെങ്ത്, സ്റ്റാമിന, സ്പീഡ് എന്ന് വന്നാൽ നീ കണ്ടിട്ടുള്ള പുലിക്കും ചീറ്റയ്ക്കും ഒക്കെ 1 സ്റ്റെപ്പ് ഫോർവേഡാ. എന്റെ വംശത്തിന്റെ ബ്ലഡിനത് ഒരു പ്രത്യേകതയാ. തെറ്റു പറ്റി നിനക്ക്. ഇതൊരു പുതിയ ആളാണെന്ന് നീ കരുതണ്ട. എന്റെ ഇൻട്രൊഡക്ഷന് ഒട്ടും കുറവുണ്ടാകില്ല. എനിക്ക് ബന്ധമില്ലാത്ത ഒരാൾക്ക് കഷ്ടപ്പാടുണ്ടായാൽ അവനും എന്റെ പ്രിയപ്പെട്ടവനായിരിക്കും. ഹലോ ഹലോ സാറേ. ആരാണ്? ഞാനാ സാറേ, സാറിന്റെ പഴയ സ്റ്റുഡന്റ് സോമൻ. ഓ, നമ്മുടെ അറ്റൻഡൻസ് അടിച്ചു മാറ്റി ആ സോമനോ? അതെ സാറേ. എന്താ സുഖമല്ലേ സാർ? ആ, നീ ചെയ്ത നല്ല കാര്യം കൊണ്ട് ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുന്നു. എന്താ വിശേഷിച്ച്? സാറേ, ജീവിതത്തിൽ ഉയർച്ച വരാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ചത്തുകള മോനെ, അപ്പൊ വളരെ മേലേക്ക് വെക്കോളും. സാറേ, ഫോൺ വെക്കണ ഐഡിയറ്റ്. അല്ല കഴുതേ, നിന്നെ ഒന്നും ഈ കോളേജിൽ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. നിന്നെ ഇന്ന് തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കും. ഫിക്സ് ആണല്ലോ, കയ്യിലാണെങ്കിൽ ചാവിയില്ല. വേണ്ട സാർ, പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്താൽ മതി സാർ. മൊബൈലോ? അതെന്തിന്? സെൽഫി സ്ട്രോക്ക് സാർ, വേഗം സെൽഫി എടുക്കുക സാർ. അല്ല, ബോഡി സ്ട്രോക്ക് ഉണ്ട്, ബ്രെയിൻ സ്ട്രോക്ക് ഉണ്ട്. ഇത് പിന്നെന്താ സെൽഫി സ്ട്രോക്ക്? എടുക്കാം 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 എടുക്കാം. സെൽഫി എടുത്ത് ശ്രദ്ധിച്ച് നോക്കി എടുക്കാം സാർ. സാർ, സാറ് തല്ലിയിട്ടാണ് എനിക്ക് സ്ട്രോക്ക് വന്നത്. ഞാൻ ആരോടും പറയില്ല സാർ. ഞാൻ തല്ലിയത് കൊണ്ട് നിനക്ക് സ്ട്രോക്ക് വന്നോ? ഈ ജമ്മത്ത് നിന്നെ ഞാൻ തല്ലില്ലടാ. ശരി സാർ. ഗുഡ് മോർണിംഗ് ഓ സർ. നന്ദ, നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. വന്നേ. എന്തിനാണ് സർ ഇത്ര ടെൻഷൻ?
ടെൻഷനോ? ആ ഞാൻ ആരോടും പറയല്ല, പേടിക്കരുത്. ആ കാര്യം വിട്. നെക്സ്റ്റ് മന്ത് ലാസ്റ്റ് വീക്ക് ഇന്റർ കോളേജ് കൾച്ചറൽ ഫെസ്റ്റ് ഉണ്ട്. ആ നല്ല കൺസെപ്റ്റ് റെഡിയാക്കി വളരെ നന്നായി പ്രസന്റ് ചെയ്യണം. നിന്നിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഗെറ്റ് റെഡി. ഓക്കെ ഓക്കെ സർ, ഗുഡ്. ഷുവർ. എടാ കരടിത്തലേ, എന്താണ് കടന്നു കളിക്കുന്നത്? മുടി അവരൊക്കെ എവിടെ? ഗ്രൗണ്ടിലുണ്ടാവും ബ്രോ. എറിയടാ. മണിയുടെ മണി പോയി. വന്ന് ബോൾ എറിയടാ. മണി കണ്ട എന്താ പോയി ബോൾ എടുത്തോണ്ട് വാ. ഇടാ ബോള് വന്ന് ബോളിൽ കൊണ്ടിട്ട് ഇതുവരെ സെറ്റിൽ ആയിട്ടില്ല. എന്നെ കൊണ്ട് പറ്റില്ല. ഡാ കരടി, നീ പോയിട്ട് വാ. അയ്യോ, ഇതിൽ നിന്ന് എങ്ങനെ എസ്കേപ്പ് ആവും? അയ്യോ, എന്റെ വയർ ഉരുകുന്നത് പോലെ. എന്നെ കൊണ്ട് ഒന്നിനും ആവില്ല. അമ്മ, ഇത് പറയുമ്പോ മാത്രം നിനക്ക് അസുഖം തുടങ്ങുമല്ലേ? ഹോ, ഒന്നിനും കൊള്ളാത്തവന്മാര്. I kinda like you. അയ്യോ ഡാൻസ് ചെയ്യുന്നോളെ, ക്യൂട്ട് സ്മൈൽ തരുന്നോളെ. ബൗൺസേഴ്സ് ചോദിക്കും നിങ്ങളോട് ആൻസേഴ്സ് പറയണം. എന്നോട് ഫീച്ചേഴ്സ് വിളമ്പണം പലരോട്. യു ബോൺ സ്റ്റാർ. നന്ദ, ഓ നിന്നെ കണ്ടിട്ട് നീ ഈ ലോകത്തൊന്നും ആണെന്ന് തോന്നുന്നില്ലല്ലോ. ഡാ നന്ദ, നീ ആകാശത്തോട്ട് എന്തോന്നും നോക്കി ഇരിക്കുക? ഞാൻ ഇന്നൊരു പെൺകുട്ടിയെ കണ്ടു. ഓ അതാണ് മാറ്റർ. എന്നാ പിടിച്ചോ സന്തോഷത്തിന്റെ ക്വാർട്ടർ. അയ്യോ അത് പോയി. അവളുടെ ഒരു ചെറിയ നോട്ടം മാത്രം മതിയടാ, പിന്നെ ഈ ഭൂമിക്കും നമുക്കും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല. നിന്നെ പോലെ ഇങ്ങനെ പറഞ്ഞവന്മാര് പിന്നെ കുടിച്ച് കുടിച്ച് ബാർ ഓണർ വരെ ആയിട്ടുണ്ട് മോനെ. അതെന്താണെന്ന് അറിയില്ല മണികണ്ഠ. അവളെ കണ്ടത് മുതൽ ഒന്നും അറിയുന്നില്ല. യാതൊന്നിനു മേലും ഒരു ശ്രദ്ധയുമില്ല. ആഹാരം, വെള്ളം ഒന്നും തന്നെ വേണമെന്നില്ല. എന്തോ ഒരു രോമാഞ്ചം പോലെ മണികണ്ഠ. സത്യം? ഇത് ഞാൻ തന്നെയാണോ എന്ന് സംശയ. പിന്നല്ലാതെ നീ ഞാനാണോ? സ്റ്റാർട്ടിങ്ങിലെല്ലാം രോമാഞ്ചം പോലെ തന്നെയാ തോന്നുക. ഇത് ഇന്റർവ്യൂല് കഴിഞ്ഞ് ക്ലൈമാക്സിലോട്ട് എത്തിയാൽ വാടവിടെ ഇതുപോലെ ജട പിടിച്ച് ചുറ്റിപ്പടഞ്ഞ ആകെ അലങ്കോലായിരിക്കും. പിന്നെ അത് നിന്നെ പോലെ കഴിവുകെട്ടവന്മാർക്കാ. എന്നെ പോലെ ആത്മാർത്ഥമായി സ്നേഹിച്ച തീർച്ചയായിട്ടും അവളെ കിട്ടിയിരിക്കും. കിട്ടും കിട്ടും, ഇപ്പൊ തന്നെ കിട്ടും. കൈ നീട്ടിക്കൊണ്ടിരുന്നോ. റാഗ് ചെയ്യാറൊക്കെ ആയല്ലേ? ഇന്നലെ കുരുത്തവരല്ലേ നീ എല്ലാം?
അതിനിടയ്ക്ക് നീയൊക്കെ അങ്ങ് നെകളിക്കാൻ തുടങ്ങിയോ? നിന്റെയൊക്കെ സീനിയറാ ഞാൻ. എന്നെ തന്നെ ചൂളൊടിച്ച് വിളിക്കും അല്ലേ? അറിയാതെ ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കും. ആ നിന്നെ. എന്താ നിന്റെ പേര്? അത് മണികണ്ഠൻ. ഓ, അമ്പലത്തിൽ മാത്രം പോയി മണി അടിച്ചാ മതി കേട്ടോ, ഇല്ലെങ്കിലേ നല്ല പെട കിട്ടും. ആ ശരി ചേച്ചി. നിന്റെ പേരെന്താ? സിമ്പിൾ ശ്രീകുട്ടൻ. ആഹാ, നന്നായിട്ടുണ്ട്. സിമ്പിൾ ആയാ മതി, ഒത്തിരി അങ്ങ് തുള്ളണ്ട. ഓ, നിന്റെ പേരെന്താ? ശ്രീഗിരി. നീ എവിടുന്നാ വരുന്നേ? കാമാക്ഷിപുരത്തുനിന്നാ വരുന്നേ. അതാണ് ഇത്രയൊക്കെ ഇളക്കം. ഏത് ബ്രാഞ്ചിലാ പഠിക്കുന്നേ? ഇത്ര അടുത്തൊന്ന് ചോദിച്ച എങ്ങനെയാ ചേച്ചി പറയാ? ഇതൊക്കെ എന്താ ഫാഷനോ? നാളെ മുതൽ എല്ലാരും മര്യാദക്ക് പഠിക്കാൻ റെഡിയായി വന്നോണം. ശരി ശരി ചേച്ചി. ചേച്ചി. ഇനി മതി. ഇന്നു മുതൽ പെൺകുട്ടികളെ എങ്ങാനും കണ്ട മിണ്ടാതെ മാറിപ്പൊക്കോണം. കടന്നു പോടാ. ആളി. ചേച്ചി ഒരേ ഒരു ഡൗട്ട്. ആ എന്താ? ഈ നെകളിക്കാന്ന് പറഞ്ഞ എന്താ? അന്നേരം എന്തോ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാ. മര്യാദക്ക് തിരിഞ്ഞു നോക്കാതെ പൊക്കോ. നിനക്ക് എന്തോന്നിന്റെ കേടാടാ? വെറുതെ ഒരു രസം. ഒന്നും മിണ്ടാതെ വാടാ. ഹായ് രജിത. ഏയ് ഹായ്. എന്താ രജു, അവിടെ ഒരു ക്ലാസ് കട്ട് ചെയ്ത് ഇവിടെ ആർക്കോ ക്ലാസ് കൊടുത്തു എന്ന് തോന്നുന്നു. എന്തോ ഡൗട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു. പ്രാക്ടിക്കലി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അപ്പോ ആരെന്ത് ചോദിച്ചാലും പ്രാക്ടിക്കലായി ചെയ്തു കൊടുക്കോ? ചുമ്മാ പറഞ്ഞതാ, സോറി. അതൊക്കെ എനിക്കറിയാം. മിണ്ടാതെ പോയെ. ഹായ് സുഷ്മ. ഹായ്. നീ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. ഫീസും ബുക്സും ഒന്നും പ്രശ്നമല്ല. ഞങ്ങൾ നിന്നെ ഹെൽപ്പ് ചെയ്യാം. പ്രിൻസിപ്പലിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ ക്ലാസ് ഒക്കെ നന്നായി അറ്റൻഡ് ചെയ്ത് നല്ലതുപോലെ പഠിച്ച് അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം. ഓക്കെ? ആ രജിതേ, ആ HOD നിന്നെ വിളിക്കുന്നുണ്ടേ. ശരി, നമുക്ക് പോവാം. മേ കം ഇൻ സർ? പ്ലീസ് ഡു. രജിത, കം ഇൻ, കം ഇൻ. ഗുഡ് മോർണിംഗ് സർ. വെരി ഗുഡ് മോർണിംഗ്. പ്ലീസ് ബി സീറ്റഡ്, പ്ലീസ് ബി Thank you, സീറ്റഡ്. sir. ഇപ്പോ അല്ല സർ, എന്താ എന്നോട് വരാൻ പറഞ്ഞത്? അത് ലാസ്റ്റ് ടൈം നിങ്ങൾക്ക് തന്ന അസൈൻമെന്റ് നന്നായിട്ട് ചെയ്തു. പീപ്പിൾ വെയർ സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. സോ വാട്ട് വി ഡിസൈഡഡ് ദിസ് ടൈം ഈസ് ദാറ്റ് വി ഗീവ് യു another assignment. താങ്ക് യു സർ. ഇപ്രാവശ്യം അസൈൻമെന്റ് ഏത് വിഷയത്തിലാണ്? ബ്ലാക്ക് മാജിക്, ദുർമന്ത്രവാദം. അതായത് പഴമക്കാരിൽ ഒരു വിഭാഗം ജനതയുടെ അന്ധവിശ്വാസമാണത് ഈ ബ്ലാക്ക് മാജിക്. റദർ ദൻ അൺബിലീവബിൾ. മന്ത്രവാദങ്ങളും പൂജകളുമൊക്കെയായി ഈ 4G യുഗത്തിലും ബ്ലാക്ക് മാജിക് നമ്മുടെ ഇടയിൽ സജീവമാണ്. സോ വാട്ട് യു ഗൈസ് ആർ ലുക്കിംഗ് ടു ദിസ് പ്രോജക്റ്റ് ഈസ് വീക്ക് മൈൻഡഡ് ആയ ആളുകളുടെ ഭയത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇതൊരു ബിസിനസ്സായി മാറുന്നത് എങ്ങനെ? ഒരു വ്യക്തി തൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് മന്ത്രവാദിയുടെ അടുത്ത് ചെന്നാൽ അമാവാസി ദിവസം 3 വഴികൾ ചേരുന്നിടത്ത് ഒരു മുട്ട വയ്ക്കൂ, ദാറ്റ് സോൾവ്സ് യുവർ പ്രോബ്ലം എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്നു. മറ്റൊരാൾ ഇതുപോലെ ചെല്ലുമ്പോൾ നീ അറിയാതെ ഒരു മുട്ട ചാടി കടന്നുപോയി, ദാറ്റ്സ് യുവർ പ്രോബ്ലം കനോട്ട് ബി സോൾവ്ഡ് ആൻഡ് ഇറ്റ് സെൻസ് ആസ് ബിയോണ്ട്. മക്കളില്ലേ, എന്നാൽ ഒരു കുട്ടിയെ ബലി കൊടുക്കുക. അവിടെ ഒരു നിധിയുണ്ട്, അത് നിങ്ങൾ കുഴിച്ചെടുക്ക്. പിന്നെ കന്യകയായ ഒരു പെൺകുട്ടിയെ ബലി കൊടുക്ക്. യു നോ സച്ച് കേസസ് റിപ്പോർട്ടഡ് കോൺസ്റ്റന്റ്ലി. മനുഷ്യർ ഇത് വിശ്വസിച്ച് ചെയ്താൽ അവർക്ക് പ്രയോജനം കിട്ടുന്നുണ്ടോ? ഇറ്റ്സ് ഫോർ യു ടു അസസ്, ബിക്കോസ് ഇറ്റ്സ് ഓൾവേസ് എ തിൻ ലൈൻ ബിറ്റ്വീൻ ബിലീവ് ആൻഡ് ട്രസ്റ്റ്. സോ ദി സെയിം ക്യാൻ ബി യൂസ്ഡ്. എന്താണെന്ന് വെച്ചാൽ വരാൻ പോണ തലമുറയ്ക്ക് ഒരു സ്റ്റഡി മെറ്റീരിയൽ. ഹോപ്പ് യു ഗൈസ് വിൽ ഡു വെൽ. We'll try our best, sir. രജിത, ഐ എം ഷുവർ യു വിൽ എക്സൽ ഇൻ ദിസ്. എനിക്ക് ഉറപ്പുണ്ട്.